ഓം സന്താധാരം ഭുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്നെ മാത്രം അഭയം പ്രാപിക്കാനാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത് എന്നർത്ഥം. അത് ഗീതയിലാണെങ്കിലും ഭാഗവതത്തിൽ ഉദ്ധവോപദേശത്തിലാണെങ്കിലും ഭഗവാന്റെ ജീവിതം തന്നെ ഒരു മനുഷ്യനെ യഥാവിധി എന്താണ് മനുഷ്യ ജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മനുഷ്യജന്മത്തിൻ്റെ പരമമായ ഉദ്ദേശ ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കലാണ്. അതിനുള്ള ഉപദേശങ്ങളാണ് ഭഗവാൻ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ജന്മമെടുത്ത് അവതാരമെടുത്ത് മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിച്ചതും ഉപദേശങ്ങൾ നൽകിയതും എന്നർത്ഥം. അതുതന്നെയാണ് വേദ അനുശാസനത്തിൻ്റെയും മാർഗം. കൃഷ്ണൻ കാരണങ്ങൾക്കൊക്കെ കാരണനായതുകൊണ്ടാണ് എല്ലാ മഹർഷിമാരും പുണ്യാത്മാക്കളും നിയമാക തത്വങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നത്. ധ്യാനത്തിൻ്റെ ആവശ്യം വരുമ്പോഴൊക്കെ മഹാത്മാക്കളൊക്കെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് കൃഷ്ണൻ്റെ അതിശക്തമായിരിക്കുന്ന രൂപത്തെയാണ്. ഇപ്രകാരം മഹാത്മാക്കളുടെ ഒക്കെ മനസ്സ് കൃഷ്ണനിൽ തന്നെ സദാ വ്യാപരിക്കുന്നതായിരിക്കും. മനസ്സ് കൃഷ്ണനിൽ നിരതമാക്കി മുക്തരായി തീരുന്ന ഭക്തന്മാർ സ്വാഭാവികമായും കൃഷ്ണനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. പരസ്പരം കീർത്തേന്തോ, അതായത് സതതം കീർത്തേന്തോ മാം യതന്തശ്ച ദൃഢാവൃതാഹ എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ പ്രാപിക്കലാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതിനാണ് കൃഷ്ണനെ അവബോധ തലത്തിലേക്ക് നമ്മൾ എത്തിച്ച് നമ്മുടെ ആത്മബോധത്തിൽ കൃഷ്ണനെ ഭജിക്കുന്ന, അനന്യമായിട്ട് ഭജിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിനുള്ള ഉപദേശങ്ങളാണ്, മാർഗദർശനങ്ങളാണ് ഭഗവാൻ നൽകുന്നതും. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള മഹാത്മാക്കൾ സജ്ജനങ്ങളാൽ നമുക്ക് മാർഗദർശനം നൽകിയതും ആ കൃഷ്ണ അവബോധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിന് കൃഷ്ണനെക്കുറിച്ചുള്ള സംസാരവും ഗാനവും കീർത്തനമാണ്. കീർത്തനീയ സദാഹരി എന്ന് ഭഗവാൻ ചൈതന്യം പറഞ്ഞിരിക്കുന്നു. എന്ന് വച്ചാൽ എപ്പോഴും കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയും സംഭാഷണവും മാത്രം ആണ് ഭഗവാനെ ഭജിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. അതിനാണ് കൃഷ്ണ അവബോധം എന്ന് പറയുന്നത്. കൃഷ്ണ അവബോധം അത്യന്തം ഉദാത്തമാണ്. ഈ പ്രക്രിയ കൈക്കൊള്ളുന്നവർ ഏറ്റവും സമുന്നതമായ ജീവിത സാഫല്യം നേടുക തന്നെ ചെയ്യും. മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പത്തിനും വളരെ വളരെ അപ്പുറത്താണ് ആ ഒരവസ്ഥ. അതിനാൽ സദാ തന്നെ കുറിച്ച് ചിന്തിക്കുക, തനിക്ക് മാത്രം ഭക്തിയുത സേവനം നടത്തുക, തന്നെ പ്രണമിക്കുക എന്ന് കൃഷ്ണൻ ഗീതയിൽ ഉപദേശിച്ചിരിക്കുന്നത് ഇക്കാരണത്താലാണ്. ഇപ്രകാരം ഭക്തൻ പൂർണ്ണമായിട്ടും കൃഷ്ണമയമായി തീരുന്നു. അങ്ങനെ എപ്പോഴും കൃഷ്ണ അവബോധത്തിൽ തന്നെ കഴിയുന്നതിനാൽ അവസാനം കൃഷ്ണനിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഗീതോപദേശമൊക്കെ കഴിഞ്ഞിട്ടും ഇത് ഗുഹ്യതമം ശാസ്ത്രം മിതമുക്തം മയാനഘ ഏതദ്ബുദ്ധ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യസ്യ ഭാരത എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഗീതാശാസ്ത്രത്തെ ഏതൊരു മനുഷ്യനാണോ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നത്, അവൻ ജീവിതത്തിൽ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായിട്ടും കൃതകൃത്യനുമായി ചേർന്ന് ഭഗവാൻ കൃതകൃത്യനായിട്ട് എപ്രകാരം തൻ്റെ കർത്തവ്യ കർമ്മങ്ങളെ പൂർത്തീകരിച്ച് സ്വധാമത്തിലേക്ക് തിരിച്ചു പോയോ അതേ മാർഗം തന്നെയാണ് ഭഗവാൻ കാണിച്ചു തന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരമയ വിമർശയിദശേഷേണ യഥേച്ഛസ തഥാ ഗുരു എന്നും പറഞ്ഞു. അപ്പൊ ഇത്ര രഹസ്യമായിരിക്കുന്ന ഈ ശാസ്ത്രത്തെ യഥാവിധി മനസ്സിലാക്കി ഒന്നുകൂടി പര്യാലോചിച്ചിട്ട്, വിമർശന ബുദ്ധിയോടെ ആണെങ്കിലും വേണ്ടില്ല, ഒന്നോടെ പര്യാലോചിച്ചിട്ട് നിനക്ക് യുക്തമായത് എന്തെന്ന് നിനക്ക് തോന്നുന്നു അത് ചെയ്തുകൊള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞു ഭഗവാൻ. അത് പറഞ്ഞിട്ട് പിന്നീട് ഭഗവാൻ അർജുനൻ ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഒരു രഹസ്യം കൂടെ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. നീ എനിക്കായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക, എന്നെ നമസ്കരിക്കുക, എന്നെ അനുനിമിഷം സ്മരിച്ചുകൊണ്ട് നിന്റെ കർത്തവ്യ കർമ്മങ്ങളെ പൂർത്തീകരിച്ചാൽ അത് തന്നെയാണ് ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നത്. ധ്യാനത്തിൻ്റെ ആവശ്യം വരുമ്പോഴൊക്കെ മഹാത്മാക്കളെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് കൃഷ്ണൻ്റെ
അതിശയമായ രൂപമാണ്. ഇപ്രകാരം മഹാത്മാക്കളുടെയൊക്കെ മനസ്സ് കൃഷ്ണനിൽ തന്നെ സദാ വ്യാപൃതമായിരിക്കും. മനസ്സുകൊണ്ട് കൃഷ്ണനെ നിരതമാക്കിക്കൊണ്ട് മുക്തമാക്കി തീർക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? കൃഷ്ണനെക്കുറിച്ചുള്ള സംസാരവും ഗാനവും കീർത്തനവുമാണ് അതിനുള്ള ആദ്യത്തെ പടി. പിന്നെ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയും സംഭാഷണവും മാത്രം മറ്റൊന്നുമല്ല എന്നർത്ഥം. അതിനാൽ കൃഷ്ണ അവബോധം എന്ന് പറയുന്നത്, കൃഷ്ണ അവബോധം അത്യന്തം ഉദാത്തമാണ്. ഈ പ്രക്രിയയ്ക്ക് കൈക്കൊള്ളുന്നവർ, ഈ പ്രക്രിയ ഈ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നവൾ സമുന്നതമായ ജീവിതം നേടുക തന്നെ ചെയ്യും. അതാണ് ഭൗതിക ശക്തിയെയും ആത്മീയ ശക്തിയെയും തത്തുല്യഭാവത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മുക്താവസ്ഥ എന്ന് പറയുന്നത് അവിടെ കൈവരും. അപ്പോഴാണ് നമുക്ക് അനായാസന ജീവിതം സ്വയം ബുദ്ധിമുട്ടാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ കൃതകൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. മറ്റൊരാളെ ഒന്നിനും ആശ്രയിക്കേണ്ടതായിട്ടില്ല. ദുഃഖരഹിതമായിട്ട് തന്നെ നമുക്ക് ജീവിതം അനുഭവിച്ച് ആസ്വദിക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതിനാൽ സദാ നീ എന്നെ തന്നെ സ്മരിക്കുക, എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, തനിക്ക് മാത്രം ഭക്തിയുത സേവനം നടത്തുക. എന്തൊക്കെ ചെയ്താലും ഭഗവാനുള്ള അർപ്പണമായിട്ട് ചെയ്താൽ അത് ഭക്തിയുത സേവനമായി. ഭഗവാനെ പ്രണമിക്കുക, നമസ്കരിക്കുക എന്ന് കൃഷ്ണനിൽ ഭഗവാൻ ഗീതയിൽ അർജുൻ ഉപദേശിക്കുക. അങ്ങനെ നീ ചെയ്താൽ നിനക്കായിക്കൊണ്ട് ഞാനിതാ നിന്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഒരു പ്രതിജ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തന്റെ മുമ്പിൽ ചെയ്യുന്നുണ്ട്. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജാഹം ത്വാ സർവ്വവാപ്യപ്യ മോക്ഷയിഷ്യാമി മാ ശുചാ. ഒരു ഭക്തന്റെ മുമ്പിൽ ഭഗവാൻ പ്രതിജ്ഞാബദ്ധമാകണമെന്നുണ്ടെങ്കിൽ ഭക്തൻ അത്രമാത്രം ഭഗവാനിൽ അർപ്പിതമായിരിക്കണം. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണെങ്കിൽ ആ ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നത് വിധത്തിൽ കർമ്മയോഗത്തെ, കർത്തവ്യ കർമ്മങ്ങളെ യഥാവിധി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചിന്തിക്കുന്നതും സ്മരിക്കുന്നതൊക്കെ ഭഗവാനെയും പറയുന്നതൊക്കെ ഭഗവാന്റെ കീർത്തനങ്ങളും പ്രവൃത്തികളൊക്കെ ഭഗവത് അർപ്പണങ്ങളുമായി കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയും എന്നെ സ്മരിക്കുകയും എന്നെ നമസ്കരിക്കുകയും എനിക്കായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്യുന്നത് എന്താ? അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃതകൃത്യമായിട്ട് ചെയ്തു തീർത്ത് നീ എന്നെ വന്ന് ശരണം പ്രാപിച്ചാൽ, നീ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എനിക്കായിക്കൊണ്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചതെങ്കിൽ അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടായാൽ അതെല്ലാം അഹം ത്വാ സർവ്വപാപേഭ്യോ മോക്ഷയിഷ്യാമി, അതെല്ലാം ഇല്ലാതെയാക്കി നിന്നെ എന്നിലേക്ക് ഞാൻ ചേർത്തുകൊള്ളാം എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അതാണ് കൃഷ്ണ അവബോധത്തോടുകൂടി ഭക്തിയുത സേവനം ചെയ്യാൻ ഭഗവാൻ പറയുന്നത്. എന്ന് വെച്ചിട്ട് സദാസമയം ഭഗവാനെ മറ്റൊന്നും അവനവൻ്റെ കർത്തവ്യകർവോ അവനവൻ്റെ കാര്യങ്ങൾ പോലും നോക്കാതെ ഏതോ സമയം നാമസങ്കീർത്തനവും ഇല്ലേ ഭക്തിയുത സേവനം, ഭഗവാനെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കൂടെ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്നതൊക്കെ ഭഗവാനുള്ള സമർപ്പണമായിരിക്കണം. അപ്പോൾ അവരവരുടെ കർത്തവ്യ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കാതെ സദാസമയം ഭഗവാനെ തന്നെ കീർത്തിച്ചുകൊണ്ടും ഈ പറയുന്ന സത്സംഗത്തിലും ഇതൊക്കെ ചെയ്യുമ്പോഴും അവരവരുടെ കർത്തവ്യ കർമ്മങ്ങളുടെ ഒപ്പം കൊണ്ടുപോകണം. അതൊക്കെ ഈശ്വരാർപ്പിതമായിരിക്കുകയും വേണം. അപ്പോഴാണ് ശരിക്കും ഭഗവാൻ അങ്ങനെ ചെയ്യുന്ന അർപ്പണബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് എന്തെങ്കിലും കുറവുണ്ടായാലും വേണ്ടില്ല, അതൊക്കെ മാപ്പ് നൽകി ഭഗവാൻ നമ്മളിലേക്ക് ചേർത്തുകൊള്ളും എന്ന പ്രതിജ്ഞ അർജുൻ്റെ മുമ്പിൽ ചെയ്തെങ്കിലും ഒരു ഭക്തൻ്റെ മുമ്പിൽ ചെയ്യുന്നതാണ്. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഒരവസ്ഥ നമുക്കും അനുഭവിച്ചറിയാൻ സാധിക്കും എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴും കൃഷ്ണ അവബോധത്തിൽ തന്നെ കഴിയുന്നതിനാൽ അവസാനം കൃഷ്ണനിലേക്ക് മടങ്ങുകയും ചെയ്യാം. ദേവന്മാർ കൃഷ്ണന്റെ വിവിധങ്ങളായിട്ടുള്ള അവിഭാജ്യ ഘടകങ്ങളാകയാൽ ദേവതാരാധനയും വേദങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഭൗതികമായ വിഷയസുഖങ്ങളിൽ ആകർഷകരായിരിക്കുന്ന അല്പബുദ്ധികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉള്ളത് അത്തരം ആരാധനകൾ അനുശാസിക്കുന്നത്. പക്ഷേ മനുഷ്യജീവിതത്തിൽ ദൗത്യം പൂർണ്ണമായിട്ട് നിറവേറ്റാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാൻ കൃഷ്ണനെ തന്നെ ആരാധിക്കണം. അത് കാര്യങ്ങളെ സരളമാക്കുകയും ജീവിത വിജയം ഉറപ്പാക്കുകയും ചെയ്യും. ആകാശവും ഭൂമിയും ജലവും ഒക്കെ ഭൗതിക ലോകത്തുള്ളതാണെങ്കിലും ഉറച്ച തറയിൽ നിൽക്കുന്നവൻ്റെ നിലയിലായിരിക്കും ആകാശത്തിലും ജലത്തിലും സ്ഥിതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഭദ്രം. അതിനാൽ ബുദ്ധിയുള്ള വ്യക്തി വിവിധ ദേവതകളുടെ സംരക്ഷണയിൽ നിൽക്കുകയല്ല, ദേവതകൾ കൃഷ്ണന്റെ അവിഭാജ്യ ഘടകങ്ങളാണെങ്കിൽ പോലും മറിച്ച് അയാൾ കൃഷ്ണ അവബോധത്തിന്റെ ഉറച്ച തറയിലായിരിക്കും നിലകൊള്ളുന്നത്. അത് അവൻ്റെ പല ഭദ്രതയും
ഈടുറ്റതാക്കി തീർക്കുന്നതാണ്. അപ്പോൾ നേരിട്ട് ഭജിക്കുന്നതും ഇല്ലെങ്കിൽ ഭഗവാനെ പാർഷദന്മാരായിട്ടുള്ള മറ്റ് ദേവതകളെ ഉപാസിക്കുന്നതിനെ പറ്റിയൊക്കെ 7-ാം അധ്യായത്തിൽ ഗീതയിൽ തന്നെ ഭഗവാൻ തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പം ഹിന്ദു സംസ്കാരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ദേവതയെ ഭജിക്കാം, ഇഷ്ടമുള്ള ദേവതയെ ഉപാസിക്കാം, പരദേവതയെ ഭജിക്കാം, സർപ്പങ്ങളെ ആരാധിക്കാം. 8 വിധത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. അത് മൂർത്തിഭാവത്തെ കണ്ടുകൊണ്ട് ഏത് തരത്തിലും ഇഷ്ടമുള്ള ദേവതയെ 33 കോടി ദേവതാ സങ്കല്പത്തിൽ ആരെയും ഭജിച്ചാലും ഫലത്തിൽ എന്നെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നിൽ നിന്നാണ് ഈ ദേവതാ സങ്കല്പമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കല്ലുമുട്ടിയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പഞ്ചലോക വിഗ്രഹമോ ഏത് വിഗ്രഹം വെച്ചാലും വേണ്ടില്ല, അത് പ്രപഞ്ച സൃഷ്ടിയിൽപ്പെട്ടതാണ്, ഭൗതിക ദ്രവ്യം തന്നെയാണത്. അപ്പോൾ അതിലൊക്കെ ഈശ്വരനെ കണ്ടുകൊണ്ട് ഏതേത് ദേവതയെ കണ്ട് ഭജിച്ചാൽ ഫലത്തിൽ എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. പക്ഷേ അത് അല്പബുദ്ധിയാണെന്നാണ് പറയുന്നത്. കാരണം അന്യദേവതകളെ മറ്റ് രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മൾ പൂജിച്ചാൽ അതിൻ്റെ ഇഷ്ടഭോഗങ്ങൾക്ക്, ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ദേവതയിലും ഭജിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ താൽക്കാലികമായിരിക്കും, ശാശ്വതമായിരിക്കില്ല. മരണസമയത്ത് നമ്മൾ നിരന്തരം എന്താണോ ചിന്തിക്കുന്നത്, ഏത് ദേവതയാണോ ആരാധിക്കുന്നത്, എന്തിനെ പറ്റിയാണോ സങ്കല്പം നിരന്തരമായിട്ട് നമ്മൾ ചിന്തനം ചെയ്യുന്നത്, ആ ചിന്ത തന്നെയായിരിക്കും മരണസമയത്ത്. അപ്പോൾ മറ്റ് ദേവതകളെ ഭജിച്ചാൽ ഡയറക്റ്റ് ഭഗവാനിലേക്ക് എത്തേണ്ടത് ഇല്ലാതെ വരും, സാധിക്കാതെ വരുമെന്നർത്ഥം. ഭഗവാനെ ഭജിക്കുന്നവൻ നേരിട്ട് ഭഗവാനിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങളും ഭൗതികമായിട്ട് ഉള്ള ആവശ്യങ്ങൾ, ഇഷ്ടഭോഗങ്ങളാണെങ്കിലും ഭഗവാനിൽ നിന്ന് നേരിട്ടിട്ടും മറ്റ് ദേവതകളെ വെച്ചാൽ ഭഗവാൻ തന്നെ കൊടുത്താലും മറ്റ് ദേവതകളിലൂടെ ആയിരിക്കും കിട്ടുന്നത്. അത് പ്രത്യക്ഷമായിട്ടും കുറച്ച് കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും, ശാശ്വതമായിരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഭഗവാനെ ഭജിച്ചാൽ ഭഗവാനിൽ നിന്ന് തന്നെ നേരിട്ട് കിട്ടും. അപ്പം നേരിട്ട് കിട്ടുന്നതാണോ മറ്റ് ദേവതകളെ ഭജിച്ചിട്ട് മറ്റ് ദേവതകളിൽ നിന്ന് കിട്ടുന്നതാണോ നല്ലത്? മറ്റ് ദേവതകളിൽ നിന്ന് കിട്ടുന്നത് പ്രേയസായിരിക്കും, താൽക്കാലികമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെടും. നമ്മുടെ ശരീരം പോലും അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്, താൽക്കാലികമാണ്. അപ്പോൾ ആ ആത്മാവ് തന്നെ പരമാത്മാവാണെങ്കിൽ ആ പരമാത്മാവിനെ ഭജിച്ചാൽ പരമാത്മാവിലേക്ക് തന്നെ എത്താൻ സാധിക്കും എന്നർത്ഥം. അതുകൊണ്ട് കൃഷ്ണ അവബോധത്തിൻ്റെ ഉറച്ച തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഭജിക്കാൻ എന്നാണ് ശ്രീകൃഷ്ണ ചരിതാമൃതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് കല്ലിന്മേലോ തടിയിലോ നിൽക്കുന്നവൻ, ആ കല്ലും തടിയും ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നതാകയാൽ ഭൂമിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് ആമൂർത്തവാദികൾ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ ശരിക്കും ഭൂതലത്തിൽ കല്ലുറപ്പിച്ച് നിൽക്കുന്നവനാണ് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന. കല്ലിലോ തടിയിലോ കാല് ഉറപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതൻ എന്നാണ് ഇതിനുള്ള മറുപടി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരമാത്മാവിലോ അമൂർത്ത ബ്രഹ്മത്തിലോ അഭയം തേടുന്നത് കൃഷ്ണ അവബോധത്തോടെ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നിടത്തോളം ഭദ്രമല്ല. അതിനാൽ കൃഷ്ണഭക്തന്മാരുടെ നില പോലെ ഭദ്രമല്ല ജ്ഞാനിയുടെയും യോഗിയുടെയും നില. അതിനാലാണ് സ്വബോധം നഷ്ടപ്പെട്ടവൻ മാത്രമേ ദേവതാരാധനയിലേക്ക് തിരിയുകയുള്ളൂ എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അമൂർത്ത ബ്രഹ്മത്തോട് ആഭിമുഖ്യം കാണിക്കുന്നവരോട് ശ്രീമദ് ഭാഗവതം പറയുന്നു, പ്രിയപ്പെട്ട ഭഗവാനെ, ദാർശനികമായിരിക്കുന്ന മാർഗങ്ങൾ അവലംബിച്ച് മുക്തരായി എന്ന് കരുതുന്നവരാരും ഭൗതിക പ്രകൃതിയുടെ മാലിന്യങ്ങളിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ല. കാരണം അവിടുത്തെ പാതാരവിന്ദങ്ങളെ അഭയം പ്രാപിക്കാനുള്ള അവരുടെ കഴിവ് കേട് തന്നെ. അമൂർത്ത ബ്രഹ്മത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് അവർ ഉയർന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ സമുന്നതമായ നിലയിൽ നിന്ന് അവർ പതിച്ചു പോകും. എന്തെന്നാൽ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആഗ്രഹിക്കുന്ന അവർ ഭഗവാനെ തന്നെ അവിടുത്തെ അവഗണിച്ചു കളഞ്ഞു. അതിനാൽ ദേവതകളെ ആരാധിക്കുന്നവർ ബുദ്ധിമാന്മാരല്ലെന്ന് തന്നെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. കാരണം അവർ നേടുന്ന താൽക്കാലികവും എളുപ്പവും നശിക്കപ്പെടുന്നതുമായിരിക്കുന്ന ഫലങ്ങളാണ്. അവരുടെ ഉദ്യമങ്ങളെല്ലാം അല്പബുദ്ധികളുടേതാണ്. എന്നാൽ തൻ്റെ ഭക്തിക്ക് പതനഭയം വേണ്ടെന്ന് ഭഗവാൻ ഉറപ്പ് നൽകുന്നുണ്ടല്ലോ. അപ്പം നേരിട്ട് ഭജിക്കുന്നതും മറ്റ് ദേവതകളെ ഭജിക്കുന്നതുമുള്ള അന്തരത്തെ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ച് മനസ്സിലാക്കണം. എന്നാൽ നമുക്ക് പൂർവജന്മാർജിതമായുള്ള കർമ്മവാസനയും നിന്നാണ് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പൂർവജന്മത്തിൽ നമ്മൾ ശിവനെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ദേവതയെ ആരാധിച്ച്
ആ ചിന്തയിലാണ്, ഇല്ലെങ്കിൽ അത് ആ ഒരു ഭക്തിഭാവം നിലനിർത്തിക്കൊണ്ടാണ് ശരീരം ത്യജിക്കുന്നതെങ്കിൽ വീണ്ടും ശരീരം എടുത്തു വരുമ്പോൾ ആ ദേവത തന്നെ അവസാന കാലം വരെ ഏത് ദേവതയാണ് ഭജിച്ചിരുന്നത് ആ ദേവത തന്നെയായിരിക്കും നമ്മുടെ ഇഷ്ടദേവതയായിട്ട് വരിക എന്നർത്ഥം. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇഷ്ടദേവതാ ഭജനം, ഭക്തി ഇല്ലാതിരിക്കുന്നവർക്ക് ഭക്തിയിലേക്ക് വരാനുള്ള ഒരു തുടക്കക്കാരെന്നുള്ള നിലയിലാണ് ഇഷ്ടദേവതയെ ഭജിക്കാൻ പറയുന്നത്. കുറേശ്ശെ ഇഷ്ടദേവതയെ ഭജിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ പിന്നെ എങ്കിലും ഭഗവാനിലേക്ക് ഈ ഇഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നതായിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ തന്നെ ഭജിക്കാനുള്ള ഭക്തി മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ അനന്യഭക്തരായിട്ട് മാറുക. കറകളഞ്ഞ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാപരാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ജന്മവാസനകളൊക്കെ ഇല്ലാതെ വരുന്നതാണ് പാപരാഹിത്യം എന്ന് പറയുന്നത്. ജന്മവാസനകളാണ് നമ്മളെ വീണ്ടും വീണ്ടും ബന്ധനത്തിൽപ്പെടുത്തുന്നത്. അത് പൂർവജന്മാർജിതമാണ്. അപ്പോൾ ഇഷ്ടങ്ങളൊക്കെ ഇല്ലാതെ വന്നാൽ പിന്നെ ഉള്ള ഇഷ്ടം ഭഗവാനോടായിട്ട് മാറണം. കേവലം ബ്രഹ്മമാത്രം, ബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ആ ഏകദൈവത്തിലേക്ക് നമ്മുടെ ഭക്തി എപ്പോൾ മറികടക്കുന്നോ അപ്പോഴാണ് നമുക്ക് ഈ ജന്മാന്തരമായിട്ടുള്ള കർമ്മവാസനകളും ജന്മവാസനകളും ഇല്ലാതെയാകുകയുള്ളൂ. അവിടെയാണ് പാപരാഹിത്യം വരിക എന്ന് പറയുന്നത്. പാപരാഹിത്യം വന്നവർക്കാണ് ഏകദൈവ ഭജനത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ വ്യതിചലിക്കുന്ന മനസ്സുകൾക്ക് ഇഷ്ടാനിഷ്ടം, ഭൗതിക ശക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടോ മാർഗദർശനം കൊണ്ടോ മറ്റു ദേവതകളെ ഭജിച്ച് ആ മാർഗത്തിൽ തൻ്റെ ഇഷ്ടങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് സാധാരണയായിട്ടൊരു സ്വഭാവമാണ്. പക്ഷേ ഈ ഭൗതികമായിട്ടുള്ള നിയന്ത്രണം പൂർണ്ണമായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ആത്മശക്തിയിൽ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ ഭജിക്കാൻ സാധിക്കുകയുള്ളൂ. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.